നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള കൂട്ടുകാരുടെ യാത്ര ദുരന്തമായി മാറിയപ്പോൾ വിറങ്ങലിച്ച് കണ്ണൂർ. കൂടാളിയിൽ കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് അലവിൽ നീലേശ്വരം സ്വദേശികളായ യുവാക്കൾ. ചമ്പാട് വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി പിടിയിലായവരുടെ ബംഗളൂരു ബന്ധത്തിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ വിഷൻ നെക്സ്റ്റ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിൽ താൽക്കാലിക ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി. താൽക്കാലിക നിയന്ത്രണം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് മണവാട്ടി ജംഗ്ഷൻ മുതൽ ക്ലോക്ക് ടവർ വരെ റോഡ് കോൺക്രീറ്റ് പണി നടക്കുന്നതിനാൽ. വാർത്തകൾ വിശദമായി. വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള കൂട്ടുകാരുടെ യാത്ര ദുരന്തമായി മാറി വിറങ്ങലിച്ച് കണ്ണൂർ. കൂടാളിയിൽ കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ അലവിൽ നീലേശ്വരം സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട സംഘം വീട്ടിലെത്താൻ അരമണിക്കൂറോളം മാത്രം ബാക്കിയിരിക്കെയായിരുന്നു വാഹനാപകടം. കൂടാളി കുമ്പത്ത് 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് വന്ന സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാറാണ് മരത്തിലിടിച്ച് അപകടമുണ്ടായത്. അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അലവിൽ സ്വദേശിയായ ഷാൻ തന്റെ കൂട്ടുകാരുമൊത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു. ബംഗളൂരുവിൽ നിന്നും വൈകിട്ട് പുറപ്പെട്ട സംഘം വീട്ടിലെത്താൻ അരമണിക്കൂർ മാത്രം ശേഷിക്കെയാണ് ദാരുണമായ അപകടമുണ്ടായത്. 5 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരാൾ അപകട സ്ഥലത്ത് വെച്ചും 3 പേർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്നലെ അർദ്ധരാത്രി 11:20 അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ വഴിയരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ടെത്തിയ പരിസരവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെത്തിച്ചത്. ചമ്പാട് വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി പിടിയിലായവരുടെ ബംഗളൂരു ബന്ധത്തിന് പിന്നാലെ പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റോഡിൽ പരിശോധനയ്ക്കിടെ ഥാർ ജീപ്പിൽ വെച്ച് MDMA പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശികളായ 4 പേരെ പിടികൂടിയിരുന്നു. ചെമ്പാട് കഴിഞ്ഞ ദിവസം MDMAയുമായി അറസ്റ്റിലായ കൂത്തുപറമ്പ് കോട്ടയം മലബാർ സ്വദേശികളായ 4 യുവാക്കൾ ബംഗളൂരു ബന്ധം ഉപയോഗിച്ചാണ് ലഹരി കേരളത്തിൽ എത്തിക്കുന്നതെന്ന് പോലീസിന് സൂചന ലഭിച്ചു. ഇവർക്ക് MDMA നൽകുന്ന സംഘത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൂത്തുപറമ്പ് സ്വദേശികളായ താഴെപ്പാറേമൽ അബ്ദുൽ സലാം, ഇലച്ചപ്പറമ്പത്ത് മുഹമ്മദ് ഹാരിസ്, നീർക്കുന്നുമ്മൽ M റിയാസ്, പുത്തൻപുരയിൽ K ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. മുഹമ്മദ് ഹാരിസിന് കോട്ടയം മലബാർ സ്കൂളിന് സമീപം തട്ടുകടയുണ്ട്. അബ്ദുസലാം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാക്കൾ സഞ്ചരിച്ച താർ ജീപ്പ് ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെച്ച് പാനൂർ പോലീസ് പിന്തുടർന്ന് സാഹസികമായി പിടികൂടിയത്. 0.43 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തിരുന്നു. കേസെടുത്ത പോലീസ് പ്രതികളെ 1.5 ലക്ഷം രൂപ ജാമ്യത്തിൽ വിട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. SIമാരായ മുഹമ്മദ് ഷജീർ, മുഹമ്മദ് സഹദ്, K റജിലേഷ്, മരിയ പ്രിൻസ്, SCPOമാരായ ജിജിൽ, ലിനീഷ്, സിജിൻ, സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് സ്റ്റാഫ് ടീം SI ഷജീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ വിഷൻ നെക്സ്റ്റ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഘടനയിലും ഭാവത്തിലും രൂപത്തിലും കാലത്തിൻ്റെതായ മാറ്റങ്ങൾ നിരവധിയായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇന്ന് ഏറ്റവും അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ യുവതയുടെ കഴിവുറ്റ ഒരു മേഖലയിലുള്ള ആളുകളുടെ വലിയ അസാന്നിധ്യം നമുക്കുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുന്നതിനും ജോലിക്കുമായി പോകേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഒട്ടേറെ കുടുംബങ്ങൾ നമുക്കറിയാം, പ്രായം ചെന്ന ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യവും കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാനും ജോലി സാധ്യത ഉറപ്പുവരുത്താനും സാധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് എങ്കിൽ അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളിലൂടെയാണ് അതിന് സാധിക്കുക. നന്നായി തുടങ്ങിയാൽ
പകുതി പൂർത്തീകരിക്കുന്നു. വെൽ ബിഗൺ ഹാഫ് ഡൺ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഏറ്റവും അടിസ്ഥാനപരമായി 2 ഘട്ടങ്ങൾ SLCയും ഹയർ സെക്കൻഡറിയും നന്നായി പിന്നിടുന്ന നമ്മുടെ മക്കൾക്ക് തുടർ പഠനങ്ങളിലും സാധ്യതകളുണ്ട്. ഈ അനുമോദനം നിങ്ങളുടെ തുടർ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ ട്രേഡിനെ ഒഴിവാക്കരുതെന്നും സർക്കാർ സർവീസിനേക്കാൾ സ്വയം തൊഴിലിന് ഏറ്റവും സഹായകമായ ട്രേഡാണ് ഇതെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന കണ്ണൂർ വിഷൻ ചാനൽ പരിധിയിലെ കേരള വിഷൻ ഉപഭോക്താക്കളായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ക്യാഷ് അവാർഡ്, മെഡൽ, അനുമോദന പത്രം എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. 2000-ൽ പരം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ട്രഷറർ ബിനു ശിവദാസ്, സെക്രട്ടറി PS സിബി, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് അച്ചാണ്ടി, KCCL MD അനിൽ മംഗലത്ത്, COA ജില്ലാ സെക്രട്ടറി MR രജീഷ്, ട്രഷറർ AV ശശികുമാർ, കണ്ണൂർ വിഷൻ MD M. വിനീഷ് കുമാർ, PDIC MD P. ശശികുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം V. ജയകൃഷ്ണൻ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി താൽക്കാലിക ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് മണവാട്ടി ജംഗ്ഷൻ മുതൽ ക്ലോക്ക് ടവർ വരെ റോഡ് കോൺക്രീറ്റ് പണി നടക്കുന്നതിനാലാണ് താൽക്കാലിക ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മേലൂർ, പിണറായി, മമ്പറം, അണ്ടലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ക്ലോക്ക് ടവറിന്റെ ഇടതുവശത്തുള്ള ടോപ്ലാസ് ടീ ഷോപ്പിന് മുൻവശത്ത് മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്ന വിധത്തിൽ പാർക്ക് ചെയ്ത് ആളെ കയറ്റി പോകണം. കൂടാതെ അതിന്റെ പിറകിലുള്ള ട്രാഫിക് ഐലൻഡിനടുത്ത് KSRTC ബസ് ബേയുടെ അടുത്ത് സൗകര്യപ്രദമായ രീതിയിൽ 2-3 ബസ്സുകൾ പാർക്ക് ചെയ്യാം. റോഡ് പണി വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. അഷ്റഫ്, COT ഷബീർ, നഗരസഭാ സെക്രട്ടറി N. സുരേഷ് കുമാർ, ട്രാഫിക് SI സജിത് കുമാർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു. കേരളക്കരക്കും ഇന്ത്യൻ കായിക ലോകത്തിനും ഒരിക്കലും മറക്കാനാകാത്ത കായിക താരമാണ് VP സത്യനെന്ന് PK പ്രവീൺ MLA. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമായ VP സത്യന്റെ 20ാം വാർഷിക അനുസ്മരണവും ഫുട്ബോൾ ടൂർണമെന്റും മേക്കുന്ന് VP സത്യൻ സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരമായിരുന്ന VP സത്യന്റെ 20ാം ചരമവാർഷിക അനുസ്മരണവും ഫുട്ബോൾ ടൂർണമെന്റുമാണ് ജന്മനാടായ മേക്കുന്നിൽ നടന്നത്. മേക്കുന്ന് VP സത്യൻ സ്മാരക മന്ദിരത്തിൽ PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പടർന്നു പിടിക്കുന്ന മയക്കുമരുന്ന് എന്ന ആസക്തിയെ മാറ്റാൻ ഏറ്റവും വലിയ അതിനെതിരെ പ്രതിരോധിക്കാനോ നമ്മുടെ യുവതലമുറയും വിദ്യാർത്ഥിയെയും മറ്റു രീതിയിലേക്ക് കൊണ്ടുവരാനോ ഏറ്റവും അവർക്ക് ആവശ്യമായത് കായിക വിനോദമാണ്. ആ കായിക വിനോദത്തിൽ നമ്മുടെ മക്കളെ യുവാക്കളെ എത്തിച്ചു കഴിഞ്ഞാൽ ആ മയക്കുമരുന്നിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതനുസരിച്ച് ശരിക്കും സംസ്ഥാന സർക്കാരായാലും തദ്ദേശഭരണ സ്ഥാപനങ്ങളായാലും സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയിൽ വിഘ്നം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കുറേയധികം സംഘടനകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ എല്ലാ പിന്തുണയും അവർ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനൊരു പിന്തുണ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ കേരള സംസ്ഥാനം ചിലപ്പോൾ ഇന്ത്യ രാജ്യത്തെ കായിക മേഖലയിലെ ഒന്നാമതെത്തുന്ന ഒരു സംസ്ഥാനമായി മാറ്റാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ്. ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ MK മധുസൂദനൻ അധ്യക്ഷനായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ U. ഷറഫ് അലി VP സത്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ
കൂടത്തിൽ നൗഷത്ത് ടീച്ചർ മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ഭാരവാഹികളും കായികപ്രേമികളും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സ്വാഗതവും പി അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. പി സത്യന്റെ പ്രചരണാർത്ഥം ഫുട്ബോൾ ടൂർണമെന്റും തുടർന്നു നടന്നു. തലശ്ശേരി നഗരത്തിലെ സുരക്ഷാ വിഷയങ്ങളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം സംഘടിപ്പിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ ഭരത് റെഡ്ഡി IPS അസോസിയേഷൻ പ്രതിനിധികളുമായി നേരിട്ട് സംവദിച്ചു. തലശ്ശേരി നഗരത്തിലെ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം. പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പ്രത്യേക പരിശോധനകളും ലഹരി ഉപയോഗവും വിതരണവും തടയുന്നതിനായി സ്വീകരിക്കുന്ന നടപടികളും സിറ്റി പോലീസ് കമ്മീഷണർ വിജയ ഭരത് റെഡ്ഡി വിശദീകരിച്ചു. നഗരത്തിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ച വിഷയങ്ങളും കമ്മീഷണർ കേട്ടു. അസമയങ്ങളിൽ യുവാക്കൾ കൂട്ടം കൂടുന്നത്, സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ, രാത്രികാല പട്രോളിംഗ് ശക്തമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ കഴിയൂവെന്ന് പോലീസ് വ്യക്തമാക്കി. തലശ്ശേരി SP ഡോക്ടർ നന്ദഗോപൻ IPS യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കാലം മാറിയപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന പാരമ്പര്യ കൃഷിരീതികൾ പലതും ഇന്ന് ഓർമ്മകളായി മാറുകയാണ്. എന്നാൽ അന്യം നിന്നു പോകുന്ന കാളകൂട്ട് കൃഷിയെ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് പൊയിലൂരിലെ ഒരു കൂട്ടം കർഷകർ. പതിറ്റാണ്ടുകളുടെ അനുഭവമായി 62-ാം വയസ്സിലും കാളകളുമായി വയലിലിറങ്ങുകയാണ് നമ്പാളവിട നാരായണൻ. കാർഷിക പാരമ്പര്യത്തിന്റെ അടയാളമായ കാളകൂട്ടിന്റെ കാഴ്ചകൾ വീണ്ടും സജീവമാവുകയാണ് പൊയിലൂരിലെ വയലുകളിൽ. തൃപ്പങ്കോട്ടൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പൊയിലൂർ പെരുവൻ വയൽ പാടശേഖരത്തിൽ നടന്ന നടീൽ ഉത്സവത്തിന്റെ ഭാഗമായാണ് കാളകളെ ഉപയോഗിച്ച് നിലമൊരുക്കിയത്. പതിറ്റാണ്ടുകളായി കാളകൂട്ട് കൃഷി സജീവമായ നമ്പാളവിട നാരായണനാണ് ഇതിനും നേതൃത്വം നൽകിയത്. 62-ാം വയസ്സിലും ഓരോ കൃഷി സീസണിലും നാരായണൻ കാളകളുമായി വയലിലെത്തും. ഓർമ്മ വെച്ച നാൾ മുതൽ കാളപൂട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാരായണൻ ഈ തൊഴിൽ പിതാവിൽ നിന്നാണ് പഠിച്ചത്. പിന്നീട് കാളപൂട്ടിനെ ജീവിതോപാധിയാക്കി മാറ്റുകയായിരുന്നു. കാളപൂട്ടില്ലാത്ത സമയങ്ങളിൽ മറ്റ് കൃഷിജോലികളും നാരായണൻ ചെയ്യും. വിരലിലെണ്ണാവുന്ന ഏതാനും പേർ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കാളപൂട്ടുമായി ഇപ്പോൾ കൃഷിയിടത്തിൽ സജീവമാകുന്നത്. പൊയിലൂരിലെ കിഴക്കേയിൽ ഭാസ്കരൻ മാസ്റ്റർ, ആവിലുള്ള പറമ്പത്ത് കുമാരൻ, നമ്പാളവിട വാസു എന്നിവരാണ് ഇവിടെ നെൽകൃഷി നടത്തുന്നത്. പാരമ്പര്യ രീതിയിലുള്ള കൃഷിക്ക് പിന്തുണയുമായി തൃപ്പങ്കോട്ടൂർ കൃഷിഭവനും രംഗത്തുണ്ട്. ഒരു സീസണിലേക്ക് മാത്രം കാളകളെ സംരക്ഷിച്ച് നിർത്തേണ്ടി വരുന്നത് ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നതിന് പ്രധാന വെല്ലുവിളിയാണെന്ന് കർഷകർ പറയുന്നു. കാളകൂട്ട് കുറഞ്ഞു പോകാന്ന് വെച്ചാൽ കൃഷിപ്പണി ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് കാളകൂട്ടില്ലാതെ. ചിലവ് ഭയങ്കര ചിലവല്ലേ, പോറ്റാനുള്ള ചിലവ് വലിയ പൈസയല്ലേ. പുല്ലിനെത്തില്ല പൈസ വന്ന് നിങ്ങൾ പറയുന്നത് 60-65 പുല്ല് വരാ പിണ്ണാക്ക് വേണം, തവിട് വേണം. 65 ഉറുപ്പ്യ ഇപ്പം വന്ന പുല്ലിന്. ആകെ ഇത്തരമുള്ളൊരു കറ്റിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 300 ദിവസം മെനക്കെട്ടണം. 360 ദിവസമുള്ള 60 ദിവസം വെച്ചിട്ടുള്ളൂ. 366 ദിവസമുള്ള 66 ദിവസം വെച്ചിന് 300 ദിവസം മെനക്കെട്ടണം. അന്നേരം ഞാൻ പറഞ്ഞു മാണ്ടാൻ പറഞ്ഞു ഒഴിവാക്കിയതാണ്. പിന്നെ മഴ പെയ്തേരെ ഞാൻ അപ്പാട് ഒരേ കുത്തിക്കൊന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഇനി എന്താ രണ്ടിനെ വാങ്ങാം. ചെക്കനും പറഞ്ഞു വേണ്ടാന്ന്. ചെക്ക അതുവരെ ചെക്കൻ നല്ല വൃത്തിയാണ്. ഓൻ വന്ന് മൂച്ചലും വെക്കൂ. കാളപൂട്ട് പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ സംരക്ഷിക്കാനും കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും പരമാവധി ശ്രമിക്കുമെന്ന് കൃഷി ഓഫീസർ റിയ പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ തന്നെ പലരും ഉപേക്ഷിച്ച ഒരു സംസ്കാരത്തെയാണ് ഈ ചേട്ടൻ പിന്നെയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ കൃഷിയോടുള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഒത്തിരിയേറെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചും കാലാവസ്ഥ പോലും അനുകൂലമല്ലാത്ത സ്ഥിതികളിൽ വരെ കൃഷിയോട് ഇപ്പോഴും തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. 42 വർഷം എന്നൊക്കെ പറയുന്നത് അത് ആ യഥാർത്ഥമായിട്ടൊരു കൃഷിക്കാരൻ്റെ കൃഷിയോടുള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഇതിനുവേണ്ടി ഈ പാടശേഖര സമിതിക്ക് വേണ്ടി കൃഷിഭവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടകനായെത്തിയ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരിയും കാളപൂട്ടിൽ പങ്കാളിയായത് ശ്രദ്ധേയമായി. ജനപ്രതിനിധിയുടെ കാളപൂട്ട് കാഴ്ച നാട്ടുകാർക്കും കൗതുകവുമായി. യന്ത്രവൽക്കരണത്തിന്റെ കാലത്തും
കാളകളുടെ കുളമ്പടിയേറ്റ് ഉഴുതുമറിക്കുന്ന മണ്ണിന് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ കരുത്തുമായി പൊയിലൂരിലെ കർഷകർ കൃഷിയുടെ പഴയ വഴികളെ വീണ്ടും സജീവമാക്കുകയാണ്. പാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLAയുമായ PK പ്രവീണിന് സ്വീകരണം നൽകി. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതോടൊപ്പം നടന്നു. പാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLAയുമായ PK പ്രവീണിന് സ്വീകരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. PK പ്രവീൺ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ഉപഹാരം പ്രസിഡന്റ് P ദിനേശൻ സമ്മാനിച്ചു. പെരുമാറ്റത്തിനനുസരിച്ചാണ് ഒരു ബാങ്കിന്റെ ഉയർച്ചയും തളർച്ചയും. കസ്റ്റമേഴ്സിനോട് ഏത് രീതിയിൽ പെരുമാറുന്നു ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാനൂർ സർവീസ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. പുതിയ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഹൈടെക് ആണ്. എത്ര പെട്ടെന്ന് ഒരു ബാങ്കിൽ വന്ന് പോകാൻ മാറ്റുമോ അതനുസരിച്ച് മുമ്പോട്ട് വരാൻ ബാങ്കിന് കഴിയുന്നുണ്ടോ അതനുസരിച്ച് കൂടുതൽ ആളുകളെ നമ്മുടെ ബാങ്കിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ ബാങ്ക് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുണ കൊണ്ടാണ് ബാങ്ക് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും പലരും പല ലോണുകളും എടുത്തുകൊണ്ട് തിരിച്ചടവ് കൃത്യമായി അടക്കാത്തതിൻ്റെ പേരിൽ ബാങ്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. അതിവിടെ മാത്രമല്ല മറ്റു പല മേഖലയിലുണ്ട്. ആ കാര്യത്തിൽ കൂടി ശക്തമായ ഒരു നിലപാടെടുക്കുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ ബാങ്ക് ഭാരവാഹികൾക്ക് മാത്രമല്ല സാധിക്കുക, ആ ബാങ്കിലെ ഓരോ രംഗത്തിലും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ബാങ്ക് മുമ്പോട്ട് പോകുന്നത്. ചടങ്ങിൽ P ദിനേശൻ അധ്യക്ഷനായി. KP ചന്ദ്രൻ മാസ്റ്റർ, K സുഗതൻ മാസ്റ്റർ, സജീന്ദ്രൻ പാലത്തായി, PK രമേശൻ മാസ്റ്റർ, ബാങ്ക് സെക്രട്ടറി TK വിനോദ്, വൈഗ അനീഷ്, VK അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ MLA ദിനേശനെ ആദരിക്കുന്നു. നേടിയ കാര്യം കൂടി അറിയിക്കുകയാണ്. കേരള കർഷക സംഘം പാനൂർ ഏരിയ സമ്മേളനം കടവത്തൂരിൽ നടന്നു. പ്രത്യേകം സജ്ജീകരിച്ച AV ബാലൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. രാസവളങ്ങളുടെ അനിയന്ത്രിത വിലവർധന തടയുക, ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. കടവത്തൂർ AV ബാലൻ നഗറിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഉൽപാദനം നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു വരികയാണ്. ഇത് രാജ്യത്താകെയുള്ള ജനങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളതാണ് അതീവ ഗുരുതരമായി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് ഇതുമൂലം വരുമാനം കുറയുകയാണ്. അവരുടെ കുടുംബജീവിതം വളരെ താറുമാറാകുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കർഷക പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ പ്രധാനമാണ് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാധ്യമാകുന്ന നിലയിൽ നമ്മുടെ സമ്മേളനങ്ങളിലെല്ലാം ചർച്ചകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമെല്ലാം രൂപപ്പെടുത്താനും അതുവഴി നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമായി കാർഷിക മേഖലയിൽ ഇടപെടുന്നതിനു വേണ്ടി സാധിക്കുന്ന നിലയിൽ ഈ സമ്മേളനത്തെ സമീപിക്കുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള 4 വർഷക്കാലം പാനൂർ ഏരിയയിൽ നടന്നിട്ടുള്ള സമര സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ K രവീന്ദ്രൻ, പ്രജീഷ് പൊന്നത്ത്, കാനായി ബാലൻ, PK സൗമിനി എന്നിവരുൾപ്പെടുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. K സ്വപ്ന രക്തസാക്ഷി പ്രമേയവും V പ്രകാശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MTK ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CV മാലതി, ജില്ലാ വൈസ് പ്രസിഡന്റ് OK വാസു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കമല ശ്രീധരൻ, VP നാണു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും
നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തയിലേക്ക്. ആഗസ്റ്റ് 12, 13, 14 തീയതികളിൽ പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിനായി ആവശ്യമായ പച്ചക്കറിയുടെ ഒരു ഭാഗം വിഷരഹിതമായി പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്ക് പിണറായിയിൽ തുടക്കമായി. 15 സെന്റ് സ്ഥലത്താണ് വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. കേരള കർഷക സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ നടത്തിപ്പിനാവശ്യമായി വരുന്ന
പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കർഷക കൂട്ടായ്മ. കേരള കർഷക സംഘം, പിണറായി ഏരിയ കമ്മിറ്റിയും പിണറായി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് ഇതിനായി പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നത്. പച്ചക്കറി നടീൽ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ ട്രഷറർ MC പവിത്രൻ നിർവഹിച്ചു. ആഗസ്റ്റ് 12, 13, 14 തീയതികളിൽ പിണറായി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുക. പിണറായിയുടെ കിഴക്ക് ഭാഗത്ത് 15 സെന്റ് സ്ഥലത്താണ് വെണ്ട, പച്ചമുളക്, പയർ, ചീര തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. സംഘാടക സമിതി ചെയർമാൻ K. ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, പിണറായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. സുധാകരൻ, കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M. മോഹനൻ, C. രാജീവൻ, C. നന്ദനൻ, T. സുധീർ, PV വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചൊക്ലിയിൽ നടത്തിയ രക്തദാന ക്യാമ്പ് ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെയും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെയും സഹകരണത്തോടെ കോടിയേരി MCC ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തദാനം നടത്തിയത്. വ്യാപാരി വ്യവസായി സമിതി പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചൊക്ലിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന വ്യാപാര വിഷയങ്ങൾ ഇടപെടുമ്പോഴും നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലുമുള്ള എല്ലാ ജനകീയ വിഷയങ്ങളിലും നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സമ്മേളനങ്ങളോടുള്ള അനുബന്ധിച്ച പരിപാടികളിൽ 2-3 ഏരിയകളിൽ ഇത്തരത്തിലുള്ള രക്തദാന ക്യാമ്പ് കണ്ണൂർ ടൗണിൽ അടുത്ത ദിവസം തന്നെയുണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 1 മാസം മുന്നേ കണ്ണൂരിൻ്റെ അടുത്ത് നിർദ്ധരായ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് നൽകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒരു വ്യാപാര സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ നാട്ടിലുള്ള പൊതുസമൂഹവുമായും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ വികസനത്തിന് വ്യാപാരികൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പങ്ക് അത് കൃത്യമായി ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെയും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെയും സഹകരണത്തോടെ കോടിയേരി മലബാർ ക്യാൻസർ സെന്റർ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തദാനം നടത്തിയത്. PK ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. E. റിഹാജ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മോഹനൻ മാസ്റ്റർ, വാർഡംഗം ജനീസ, റഷീദ് ഉസ്താദ്, ഡോക്ടർ അഞ്ജു കുറുപ്പ്, അസ്ലം മെഡിനോവ, K. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. വിദ്യാഭ്യാസ ഗവേഷണ രംഗത്ത് മികച്ച നേട്ടവുമായി പാനൂർ പാറാട് സ്വദേശി പ്രൊഫസർ ഡോക്ടർ KK മഷൂദ്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ ശാസ്ത്ര വിനിമയ പരിപാടികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറുകയാണ് ഈ യുവശാസ്ത്രജ്ഞൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഭാഗമായ ഹോമി ബാബ സെന്ററിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ KK മഷൂദ് ഇന്ത്യയും ഓസ്ട്രിയയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വിവര വിനിമയ പരിപാടിയിലാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ചത്. വിയന്ന സർവകലാശാലയിലെ സീനിയർ റിസർച്ച് ഫെലോ കൂടിയായ ഡോക്ടർ മഷൂദ് പങ്കെടുത്ത പരിപാടിയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന സ്വാധീനങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി ഗ്രീസിൽ നടന്ന കോൺഫറൻസിലും ഡോക്ടർ മഷൂദ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഈ സമ്മേളനത്തിലാണ് 2022 ലോക ഫിസിക്സ് പഠന കോൺഫറൻസ് ഇന്ത്യയിൽ വെച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ മിഷിഗൺ, ഫ്ലോറിഡ അന്താരാഷ്ട്ര സർവകലാശാലകൾ, ജർമ്മനിയിലെ പോട്സ്ഡാം സർവകലാശാല, തുർക്കി, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, റുവാണ്ട, ഖത്തർ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകളിലും ഗവേഷണ വിദ്യാഭ്യാസ പരിപാടികളിലും ഡോക്ടർ മഷൂദ് പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപക പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മഷൂദ് ദേശീയ അന്തർദേശീയ ജേണലുകളിൽ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാനൂരിനടുത്ത പാറാട്ടെ പ്രൊഫസർ മഹമ്മൂദിന്റെയും സുബൈദ ടീച്ചറുടെയും മകനാണ് ഡോക്ടർ KK മഷൂദ്. എലാങ്കോട്ടെ KP റിസ്വാനിയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഇസാൻ, എമിൻ എന്നിവർ മക്കളാണ്. ലോകത്തിന്റെ വിവിധ വേദികളിൽ അറിവിന്റെ പുതിയ അധ്യായങ്ങൾ തേടുന്ന പാറാട്ടുകാരനായ ഈ യുവശാസ്ത്രജ്ഞൻ നാടിന്റെ അഭിമാനമായി മാറുകയാണ്.
പഠന മികവിന് ആദരവുമായി മോന്താൽ ശ്രീനാരായണ അംഗനവാടി. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോന്താൽ ശ്രീനാരായണ അംഗനവാടിയുടെ നേതൃത്വത്തിലാണ് ആദര സമ്മേളനം സംഘടിപ്പിച്ചത്. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഈ അംഗൻവാടിയിൽ വെച്ച് അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ അംഗൻവാടിയിൽ വെച്ച് അംഗൻവാടിയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളെ എല്ലാ വർഷവും SSLCക്ക് അതുപോലെ തന്നെ മറ്റു വിജയങ്ങളിൽ ഉന്നത വിജയം നേടിക്കഴിഞ്ഞാൽ ഈ അംഗൻവാടിയിൽ വെച്ച് ആദരിക്കാൻ ഈ അംഗൻവാടി തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലിയോണയെ സംബന്ധിച്ച് പല സ്ഥലത്തു നിന്നും ഇതിനകം തന്നെ ആദരവെല്ലാം കിട്ടിയിട്ടുണ്ടാവും, മൊമെന്റും കിട്ടിയിട്ടുണ്ടാവും, എല്ലാം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിലേറെ ഉപരി സ്വന്തം ആദ്യാക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഈ അംഗൻവാടിയിൽ വെച്ച് ലിയോണക്ക് അറിവും അതുപോലെ തന്നെ ആദ്യാക്ഷരവും കുറിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരു അംഗൻവാടിയിൽ വെച്ച് SSLCക്ക് മുഴുവൻ വിഷയത്തിലും A+ നേടിയപ്പോൾ ഇവിടെയുള്ള നാട്ടുകാര് ഈ അംഗൻവാടിയിൽ നിന്ന് ലിയോണയെ ആദരിക്കുക എന്ന് പറയുന്നത് അതായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അങ്കണവാടി പരിസരത്ത് നടന്ന പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ പഠന നേട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മുന്നേറാൻ പ്രചോദനം നൽകുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. VM ആരതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി ടീച്ചർ KV സുധർമ്മ സ്വാഗതം പറഞ്ഞു. P വിനിൽകുമാർ, CK രാജൻ, L ലിയോണ, KM ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ ആദരിക്കുകയും പുതിയ തലമുറയെ വിദ്യാഭ്യാസ മികവിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മ ശ്രദ്ധേയമാവുകയാണ്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് ദീപ്തം 2026 സംഘടിപ്പിച്ചു. +2 SLC NAMS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മികച്ച പഠന നേട്ടങ്ങൾക്ക് ആദരവുമായി മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപ്തം 2026 അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. 2025-2026 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും NMMS വിജയികളായ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. PK പ്രവീൺ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അദ്ദേഹം ചടങ്ങിൽ സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവും സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ദിലീപിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. PK പ്രവീൺ MLA ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഇന്ന് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ആപ്പ് പോലുമുണ്ട്. ആ ആപ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് എന്താണോ പ്രസംഗിക്കേണ്ടത് ആ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ മുമ്പോട്ട് വരുന്നു. കുട്ടികൾക്ക് ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായി വരുന്നു. അപ്പോൾ അവർ അവരുടേതായ ലോകത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് അവരെ പഠിപ്പിക്കുമ്പോൾ ആ പഠനത്തിനേക്കാൾ ഉപരി തങ്ങളുടേതായ പഠന രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ പഠിപ്പിക്കലാണ് നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ശ്രദ്ധ നേടാനും ആ അറിവിന്റെ ആഴത്തിലേക്ക് എത്തിക്കാനും നിങ്ങളെ സഹായിക്കുന്നത്. ChatGPT പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്വന്തമായ ഒരു ശക്തി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ മനസ്സിനും അതുപോലെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയിൽ നിങ്ങളൊരു ശാസ്ത്ര പഠനമായാലും വിദ്യാർത്ഥി പഠനമായാലും നടത്തേണ്ടത് അധ്യാപകരുടെ ശിക്ഷണത്തിലാണ്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ കണ്ണൂർ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും നേടിയത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇത് വിദ്യാലയത്തിന്റെ അഭിമാന നേട്ടമായി. തുടർച്ചയായ മികച്ച വിജയശതമാനങ്ങളിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വിദ്യാലയമായി സ്കൂൾ മാറിയതും ചടങ്ങിൽ വിലയിരുത്തപ്പെട്ടു. കഴിഞ്ഞ ശാസ്ത്രോത്സവത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്ര വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സ്കൂളിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ശ്രദ്ധേയമായിരുന്നു. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ചടങ്ങിൽ അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ K അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപകൻ യൂസഫ് ഒദിയോത്ത്, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് P അരവിന്ദൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ N സുനിൽകുമാർ, PTA പ്രസിഡന്റ് P പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് സുപ്രിയ രാജീവ്, മുൻ പ്രധാനാധ്യാപകൻ K കൃഷ്ണൻ, ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി രാകേഷ് മാസ്റ്റർ, ഡെപ്യൂട്ടി HM M ഉണ്ണി മാസ്റ്റർ, SRG കൺവീനർ സന്ധ്യ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രജീഷ് കാളിയത്താൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായ സമിതി കരിയാട് യൂണിറ്റിന്റെ ഓഫീസ് കരിയാട് പുതുശ്ശേരി മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി PK ബാബു ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി മുക്കിൽ വ്യാപാരി വ്യവസായ സമിതിക്ക് ഇത്തരമൊരു ഓഫീസ് നിർമ്മിക്കാൻ, കൊണ്ടുവരാൻ, അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് സെക്രട്ടറിയും അതിൻ്റെ പ്രസിഡന്റിനെയും എല്ലാം, ആ കമ്മിറ്റി അംഗങ്ങൾ, അടക്കമുള്ള ആളുകൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മറ്റൊരു വിഷയം കൂടി പറയാനുള്ളത്, ഇത് അടഞ്ഞൊരു ഓഫീസായിരിക്കരുത്. നമുക്ക് പൊതുപ്രവർത്തനത്തിനെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിനെല്ലാം നമുക്ക് ഒരു ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിരിക്കുന്നത്. മറ്റ് വ്യാപാരികളുടെ പ്രശ്നങ്ങളെല്ലാം ഇന്നത്തെ സമയത്ത് യോഗം വിളിച്ച് ചേർത്ത് ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ വന്ന് ചർച്ച ചെയ്യാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രവർത്തനം വ്യാപിപ്പിച്ച് ഇത് നമുക്ക് ഇനിയും പോരാ, ഇതിൽ കൂടുതൽ സൗകര്യത്തോടുകൂടി നല്ലൊരു സംവിധാനം, ഒരു സ്വന്തം കെട്ടിടം കൂടി ഉണ്ടാവണമെന്നുള്ള പ്രവർത്തനം. കരിയാട് യൂണിറ്റ് പ്രസിഡന്റ് T ദാസൻ അധ്യക്ഷത വഹിച്ചു. കരിയാട് യൂണിറ്റ് സെക്രട്ടറി K രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. പാനൂർ ഏരിയ പ്രസിഡന്റ് P ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം K മോഹനൻ, CATU ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗം മനോഹരൻ, പുനത്തിൽ രമേശൻ, K മുരളി, KP ചന്ദ്രൻ, KP തിലകൻ എന്നിവർ സംസാരിച്ചു. ഫിഫ ലോകകപ്പ് 2026 ആഘോഷങ്ങളുടെ ഭാഗമായി NTTF തലശ്ശേരി ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച കിക്ക് ഓഫ് യുവർ നോളജ് ഫിഫ ലോകകപ്പ് ക്വിസ് മത്സരം പാലയാട് അസാപ്പ് NTTF ട്രെയിനിംഗ് സെന്ററിൽ നടന്നു. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ കേന്ദ്രീയ വിദ്യാലയം കണ്ണൂർ 1ാം സ്ഥാനം നേടി. മമ്പറം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി 2ാം സ്ഥാനവും AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പെർളശ്ശേരി 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
ഫുട്ബോൾ ചരിത്രം, ലോകകപ്പ് വിശേഷങ്ങൾ, പ്രമുഖ താരങ്ങൾ, റെക്കോർഡുകൾ എന്നിവയെ ആസ്പദമാക്കിയ ചോദ്യങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ കായിക വിജ്ഞാനവും പൊതുവിജ്ഞാനവും വിലയിരുത്തിയ മത്സരം ശ്രദ്ധേയമായി. ഫുട്ബോളിനോടുള്ള താൽപ്പര്യവും ആരോഗ്യകരമായ മത്സരബോധവും വളർത്തുന്നതിനും പരിപാടി സഹായകരമായി. ബ്രണ്ണൻ കോളേജിലെ കായിക വിഭാഗം മേധാവി ഡോക്ടർ പ്രക്ഷോഭ്ജിത്ത് KP ക്വിസ് മാസ്റ്ററായി മത്സരത്തിന് നേതൃത്വം നൽകി. വിജയികൾക്ക് NTTF തലശ്ശേരി ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ VM സരസ്വതി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ VK രാധാകൃഷ്ണൻ, A രൺധീർ, ചന്ദ്രൻ മേക്കുന്ന് എന്നിവർ സംസാരിച്ചു. സീനിയർ ഓഫീസർ P വികാസ് സ്വാഗതം പറഞ്ഞു. OISCA ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിസ്ഥിതി മാസാചരണ പ്രചാരണ യാത്രയുടെ സമാപനം മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സമാപനം PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. NSS, JRC, മൊകേരി, ആയുഷ്, PHC എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ സമാപനം കൂത്തുപറമ്പ് MLA PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥിതി മാറണമെങ്കിൽ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നേരത്തെ അധ്യക്ഷനോട് സൂചിപ്പിച്ചു, ശ്വസിക്കുന്ന വായു പോലും ഇല്ലാത്തൊരു കാലഘട്ടം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എത്രയോ അധികം മനുഷ്യജീവനുകൾ ശ്വസിക്കുന്ന വായു കിട്ടാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഇന്ന് ചൈനയിലും മറ്റും കുപ്പിയിൽ വെള്ളം വാങ്ങി നമ്മൾ ഇവിടുത്തെ ദാഹജലം മാറ്റുന്ന പോലെ ശ്വസിക്കുന്ന വായു പോലും കുപ്പിയിലാക്കി പോകുന്ന ഒരവസ്ഥ. എന്തിന് ഇന്ത്യ രാജ്യത്തെ ഡൽഹിയിൽ പോലും നമ്മളിത് കണ്ടുവരികയാണ്. ശ്വസിക്കാനുള്ള നല്ല വായു അവിടെയില്ല. വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി ഡൽഹി മാറിയിരിക്കുകയാണ്. ഈ മാറ്റത്തിനെല്ലാം കാരണം അതിന്റെ പ്രതിഫലനങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ നാടിന്റെ ദുരാവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനെതിരെ സംഘടിക്കാൻ വേണ്ടി OISCA പോലത്തെ സംഘടനകൾ രംഗത്ത് വരുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം എന്ന രീതിയിൽ കണ്ടൽക്കാടുകൾ വെച്ചുകൊണ്ടും ഔഷധ സസ്യങ്ങൾ വെച്ചുകൊണ്ടും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടും അതിനെ പരിപോഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. OISCA ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഖലീൽ ചൊവ്വ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, റംബൂട്ടാൻ തൈകളുടെ വിതരണം, പരിസ്ഥിതി ക്വിസ് മത്സരം, ബോധവൽക്കരണ ക്ലാസ്, ഔഷധ സസ്യങ്ങളുടെ പോസ്റ്റർ പ്രദർശനം തുടങ്ങിയവ നടന്നു. ചടങ്ങിൽ പാഠ്യം ബയോഡൈവേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പുരസ്കാരം കക്കോത്ത് പ്രഭാകരനും OISCA പരിസ്ഥിതി മിത്ര പുരസ്കാരം NSS, JRC യൂണിറ്റ് അംഗങ്ങളും MLAയിൽ നിന്ന് ഏറ്റുവാങ്ങി. OISCA ട്രസ്റ്റ് ബോർഡ് അംഗം KK ചന്ദ്രൻ, സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് K ആന്റണി, അഡ്വക്കേറ്റ് പ്രവീൺ, പ്രധാനാധ്യാപകൻ യൂസഫ് ഒദിയോത്ത്, വിനോദ് ചന്ദ്രൻ മാസ്റ്റർ, CK മനോജ്, BMC അംഗം മമ്മാലി ദിവാകരൻ, NSS കോർഡിനേറ്റർ അജിത് കുമാർ, JRC കോർഡിനേറ്റർ ഹരീഷ് രാംദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര സുരേന്ദ്രൻ, ഡോക്ടർ ദീപ്തി, KC മോഹനൻ എന്നിവർ സംസാരിച്ചു. ചെണ്ടയാട് മാവിലേരി ജുമാ മസ്ജിദിൽ മജ്ലിസുന്നൂർ മാസാന്ത സ്വലാത്ത് മജ്ലിസും പുതിയ ഖാസി സ്ഥാനാരോഹണവും നടന്നു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. ചെണ്ടയാട് മാവിലേരി ജുമാ മസ്ജിദിൽ മാസാന്ത മജ്ലിസുന്നൂർ സ്വലാത്ത് മജ്ലിസ് സയ്യിദ് ശിഹാബുദ്ദീൻ ഹൈദ്രൂസി കല്ലറക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. ചടങ്ങിൽ വെച്ച് മഹലിന്റെ ഖാസിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് സ്ഥാനമേറ്റു. മഹല്ല് സെക്രട്ടറി കറാമ ഇബ്രാഹിം ബൈഅത്ത് ചെയ്തു. മസ്ജിദ് ഹാളിൽ നടന്ന ചടങ്ങിൽ കറാമ ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. മഹമ്മൂദ് തേനഞ്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം പള്ളി ഖത്തീബ് ജാഫർ ദാരിമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹല്ലത്തിന്റെ കാദിയായി ചുമതലയേൽക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഉണർത്താനുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഓർമ്മയിലുണ്ടാകണം. ഈ മഹല്ലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വിജയങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഈ കാലിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഇനി നമുക്ക് ഒരു നേതൃത്വം നൽകാൻ ഒരു വലിയൊരു നേതാവിനെ കിട്ടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട DS ഉസ്താദ് വഫാത്തായി പോയപ്പോൾ മനസ്സുകൊണ്ട് വേവലാതിയും
പ്രയാസമായിരുന്നു. കുറച്ച് കാലത്തേക്ക് നമുക്ക് കാതിയില്ലായിരുന്നു. കമ്മിറ്റിക്കാരും ഞാനുമൊക്കെ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് കാതിയില്ലാത്തൊരു സമയമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു കാതിയാവണം. അത് പറഞ്ഞ ഉടനെ തന്നെ ഏറ്റെടുക്കുകയും അടുത്ത മജ്‌ലിസിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ ആക്കിക്കളയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരുക്കങ്ങളൊന്നും നമ്മൾ നടത്തിയില്ല. അസൗകര്യങ്ങളാണ്, പള്ളിയിൽ പൊടിയാണ്, ഉസ്താദിന് മേലോട്ട് കയറ്റാൻ പ്രയാസമാണ്. അപ്പോ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പള്ളി ഇത്രയും ഒരുക്കിയിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. തുടർന്ന് നടന്ന ബയ്യത്ത് ചടങ്ങിന് ശേഷം മുഹമ്മദ് മാസ്റ്റർ ചണ്ടയാട്, AC ഖാദർ വരപ്ര, PC ഖാദർ കലർക്കൽ എന്നിവർ സംസാരിച്ചു. ഹനീഫ് മാസ്റ്റർ നന്ദി പറഞ്ഞു. അവസാനിപ്പിക്കുന്നത് അവിടെ ഞാൻ ഒരു വണ്ടി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ശ്രമങ്ങളും താണ്ടിക്കൊണ്ട് മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ സ്വീകരിക്കാൻ മദീന കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവർ മദീനയിൽ നിന്ന് അഥവാ മദീനയുടെ കവാടത്തിൽ നിന്ന് ആനയിച്ചു നടന്നുകൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറഞ്ഞെങ്കിലും തങ്ങൾ പറഞ്ഞു, ഈ വാഹനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ ഈ വാഹനം ഒരിടത്ത് യാത്ര അവസാനിപ്പിക്കും, അവിടെ ഞാൻ ഇറങ്ങും എന്നവർക്ക് മറുപടി കൊടുത്തു. ഓർക്കിഡ് ഫോട്ടോസ്റ്റാറ്റ് ആൻഡ് ഓൺലൈൻ സർവീസ് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം കൊട്ടാരത്തിൽ കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങി. M. ബേബി കമലം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സർവീസ് ഉദ്ഘാടനം മുൻമന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ഓർക്കിഡ് ഫോട്ടോസ്റ്റാറ്റിന്റെ രണ്ടാമത് ശാഖയാണ് പാനൂർ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡിലുള്ള കൊട്ടാരത്തിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശ്രീമതി ബേബി കമലം ഉദ്ഘാടനം ചെയ്തു. ആദ്യ സേവനം മുൻമന്ത്രി KP മോഹനൻ കാമ്പ്രത്ത് വിധുകുമാറിന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകിക്കൊണ്ട് നിർവഹിച്ചു. PK പ്രവീൺ MLA, പാനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. മുഹമ്മദ് നജീർ, മുകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ്, കെട്ടിട ഉടമ റിഷാദ് കൊട്ടാരത്തിൽ, സുന്ദരേശൻ ബലത്തിൽ, നാസർ കൂരാറ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള കൂട്ടുകാരുടെ യാത്ര ദുരന്തമായി മാറിയപ്പോൾ വിറങ്ങലിച്ച് കണ്ണൂർ. കൂടാളിയിൽ കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് അലവിൽ നീലേശ്വരം സ്വദേശികളായ യുവാക്കൾ. ചമ്പാട് വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി പിടിയിലായവരുടെ ബംഗളൂരു ബന്ധത്തിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ വിഷൻ നെക്സ്റ്റ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിൽ താൽക്കാലിക ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി. താൽക്കാലിക നിയന്ത്രണം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് മണവാട്ടി ജംഗ്ഷൻ മുതൽ ക്ലോക്ക് ടവർ വരെ റോഡ് കോൺക്രീറ്റ് പണി നടക്കുന്നതിനാൽ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.